രണ്ടാമത് കണ്ണൂർ മണ്ഡലമാണ്. കണ്ണൂർ മണ്ഡലത്തിൻ്റെ പ്രത്യേകത, സുധാകരൻ നിൽക്കുമ്പോൾ കണ്ണൂർ എപ്പോഴും സുധാകരനോടുള്ള സ്നേഹവും അല്ലെങ്കിൽ സുധാകരനോടുള്ള ഒരു ആദരവാണോ എന്നറിയില്ല, LDFിൻ്റെ വിരുദ്ധ വോട്ടുകൾ മുഴുവൻ സുധാകരൻ സമാഹരിക്കാൻ സാധിക്കും. അത്രയേറെ സ്ട്രോങ് ആയ ഒരു കാൻഡിഡേറ്റാണ് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിലെല്ലാം. അഥവാ സുധാകരൻ തോറ്റിട്ടുണ്ടെങ്കിൽ തന്നെ ടീച്ചറോടൊക്കെ തോറ്റത് വെറും 6000 വോട്ടിൻ്റെയൊക്കെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഒരു തവണ തോറ്റിട്ടുള്ളത്. ലോക്സഭയിൽ 2 തവണ ജയിക്കുകയും ഒരു തവണ തോക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇത്തവണ പഴയ സുധാകരനല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. സുധാകരന് പോലും മത്സരിക്കണം താല്പര്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആ രീതിയിലൊരു ഓളം മത്സരത്തിലുടനീളം ഉണ്ടാക്കിയിട്ടില്ല. മണ്ഡലത്തിൽ ആ ഒരു ഓളം ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ഓളം ഉണ്ടാക്കാൻ സാധിച്ചു. ഇത്തവണ അങ്ങനെ ഒരു ഓളമോ ഒരു വലിയ ആൾക്കൂട്ടമോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സുധാകരൻ്റെ സാധ്യത മണ്ഡലങ്ങളിൽ കുറയാനാണ്. UDFന് വലിയ വോട്ട് കിട്ടുന്ന മണ്ഡലങ്ങളിൽ ആ വോട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കേരള കോൺഗ്രസ്, മലയോര മേഖലയിൽ കേരള കോൺഗ്രസിൻ്റെ കുറേ വോട്ടുകളുണ്ട്. അവ LDFന് സമാഹരിക്കാൻ പറ്റിയാൽ സുധാകരൻ തോൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ശരിക്കും പറഞ്ഞാൽ പേരാവൂർ, ഇരിക്കൂർ, അതുപോലെ കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങൾ, കണ്ണൂർ നിയമസഭാ മണ്ഡലം, അഴീക്കോട് നിയമസഭാ മണ്ഡലം, ഈ 4 നിയമസഭാ മണ്ഡലത്തിൽ കംഫർട്ടബിളായ മെജോറിറ്റി ശരിക്കും സുധാകരന് കിട്ടും. അത് എന്തായാലും കിട്ടാൻ സാധ്യത. പക്ഷേ അവിടെ ഒരു 10,000, ഇപ്പം ഇരിക്കൂർ ഒരു 25,000 വോട്ടിൻ്റെ ലീഡ് വരാൻ സാധ്യതയുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് വരേണ്ടത്. പക്ഷേ അതൊന്നും ഇത്തവണ വരില്ല. എന്തായാലും ഇരിക്കൂർ 15,000-ന് താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷമേ സുധാകരൻ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിന് മുകളിൽ ഇരിക്കൂറായിരിക്കും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കുക. അതിനുശേഷം പേരാവൂരേക്ക് വരുമ്പോഴും ഏകദേശം ഈ റേഞ്ചിൽ ഒന്നും വരില്ല, ഒരു 10,000 താഴേക്ക് വരുള്ളൂ. കണ്ണൂർ മണ്ഡലമാണ് പിന്നെ ഒരു മണ്ഡലം വരുന്നത്. കണ്ണൂർ പക്ഷേ ഇതേപോലെ ഒരു ചെറിയ മാർജിനിൽ UDF മേൽക്കൈ നേടിയാൽ, അഴീക്കോടും ഇതേ മാർജിനിൽ ഒരു മേൽക്കൈ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു വലിയ മാർജിൻ മേൽക്കൈ ഉണ്ടെങ്കിൽ മാത്രമേ തളിപ്പറമ്പിനെയും ധർമ്മടത്തെയും മട്ടന്നൂരിനെയും മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ LDFനൊരു മൃഗീയ ഭൂരിപക്ഷം തളിപ്പറമ്പിലും മട്ടന്നൂരും ധർമ്മടം, പിണറായി വിജയൻ്റെ ധർമ്മടം, ടീച്ചറുടെ മട്ടന്നൂർ, ഗോവിന്ദൻ മാഷിൻ്റെ തളിപ്പറമ്പ്, അതായത് VIP മണ്ഡലങ്ങളാണ്. LDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ മണ്ഡലങ്ങളാണ് 3 ആ 3 മണ്ഡലത്തിലും മൃഗീയമായ ഭൂരിപക്ഷം LDFനുണ്ടാവും. അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു വോട്ട് കിട്ടേണ്ടത് ഇരിക്കൂർ എന്നൊക്കെയാണ്. പേരാവൂർ, ഇരിക്കൂർ, കണ്ണൂർ, അഴീക്കോട് നിന്ന് കുറച്ച് ചിലപ്പോൾ കിട്ടിയത്. അഴീക്കോട് പക്ഷേ സുമേഷാണ് MLA എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നമുക്കറിയാം പഴയ രീതിയിൽ വലിയ വോട്ട് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ സുധാകരൻ അവിടെ തോൽക്കും. സുധാകരൻ തോൽക്കും എന്ന് പറയുമ്പോൾ തോൽവി എന്ന് പറയുന്നത് ഒരു 25,000-നും 40,000-നും ഇടയിൽ വോട്ടിനാണ് സുധാകരൻ തോൽക്കുക എന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ വരുന്നത്. വടകരയിലേക്ക് വരാം.